ഇത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഞാൻ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 2 മണി വരെ 3 മണി വരെ ഞാൻ പാസ്റ്റർ മെസ്സേജ് ശ്രദ്ധിച്ച് കേൾക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിലൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇവിടെ ഈ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ യഥാർത്ഥ പിതാവിനെ എനിക്ക് മടക്കി കിട്ടിയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഞാൻ പേറിക്കൊണ്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. എന്നാൽ 2009 ഞാൻ സ്നാനപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയത് യഥാർത്ഥ എൻ്റെ അപ്പനെയാണ് എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് വലിയ ഈ ലോകത്തിലൊന്നുമല്ല, നഷ്ടപ്പെട്ടു പോയത് എന്തോ അത് ഞങ്ങൾക്ക് മടക്കി ലഭിക്കുവാനിടയായി തീർന്നു. ഏതൊരു വ്യക്തിയെയും ഇതുപോലെ ആക്കി മാറ്റാൻ നമ്മുടെ പിതാവിന് കഴിയും. പ്രിയരെ, ഞാൻ കർത്താവിനോട് കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ടെക്നോ പാർക്കിനകത്ത് മയക്കുമരുന്നിനകത്ത് ആ മാഫിയക്കകത്ത് കുടുങ്ങിപ്പോകേണ്ട എന്നെ ഞാൻ അതിലോട്ടൊന്നും പോകാതെ എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. പക്ഷേ ഈ 2009 ഞാൻ സ്നാനപ്പെട്ടു. എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് കർത്താവ് ഇതൊക്കെ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രിയ പാസ്റ്ററുടെ മെസ്സേജുകൾ ഞാൻ ഏതോ ഒരു ദിവസം എനിക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നു. ഞാനത് കണ്ടപ്പോൾ ഞാനത് കൂടുതൽ ആ മെസ്സേജ് കേൾക്കാൻ തുടങ്ങി. ഷാജി പാസ്റ്ററുടെ മെസ്സേജ് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ മറുവശത്തും പാസ്റ്ററുടെ പോസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് മെസ്സേജൊക്കെ എടുത്തിട്ട് ഇത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഞാൻ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 2 മണി വരെ 3 മണി വരെ ഞാൻ പാസ്റ്ററുടെ മെസ്സേജ് ശ്രദ്ധിച്ച് കേൾക്കും. കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടന ഉള്ളവരൊക്കെയാണ് ഇങ്ങനെ ഇത് ദുരുപദേശമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുന്നത്. അപ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിലൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ എനിക്കിവിടെ കടന്നു വരണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി സ്ഥലത്തോ എൻ്റെ സ്വന്തക്കാരോ ആരും അറിയാതെ ഞാനിവിടെ വന്ന ആ ദിവസം തന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ഇവിടെ പിതാവുമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ്. ഞാനിവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, ഇതാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. കാരണം ഞാൻ കർത്താവിനെ അറിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രനെ ആരും അറിയുന്നില്ല. ഏതൊക്കെയോ വേളകളിൽ എൻ്റെ പിതാവിനെ ഞാൻ മറന്നു കളഞ്ഞു. ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് പോയപ്പോൾ എൻ്റെ പിതാവിനെ എനിക്ക് നഷ്ടമായി. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മറുപടി ലഭിച്ചു, പിതാവ് ആകർഷിച്ചിട്ടാണ് ഞാൻ പുത്രനെ അറിയുവാനിടയായി തീർന്നത്. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് എനിക്ക് വേണ്ടിയത്? ആമേൻ. ആ അപ്പനെ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ ഈ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ യഥാർത്ഥ പിതാവിനെ എനിക്ക് മടക്കി കിട്ടിയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഞാൻ പേറിക്കൊണ്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് വലിയ ഈ ലോകത്തിലൊന്നുമല്ല, നഷ്ടപ്പെട്ടു പോയത് എന്തോ അത് ഞങ്ങൾക്ക് മടക്കി ലഭിക്കുവാനിടയായി തീർന്നു. എല്ലാ മാസവും ആദ്യ തിങ്കൾ മുതൽ ഞായർ വരെ നടത്തപ്പെടുന്ന ഈ മനുഷ്യരക്ഷാ ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.